ഹലോ ഗേസ്. ഓഫീസിലിരുന്ന് ചുമ്മാ ബോറടിച്ചപ്പോൾ ഞാൻ പിന്നെ ഒരു ബുക്ക് എടുത്ത് ചുമ്മാ ഒന്ന് വരച്ചു നോക്കിയായിരുന്നു. അത് വരച്ചു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാൻ പിന്നെ ഒറ്റ മൈൻഡിൽ ഞാൻ നേരെ പോയിട്ട് ബുക്ക് സ്റ്റോളിൽ പോയിട്ട് ഒരു ബുക്കും, അതായത് ഒരു ഡ്രോയിങ് ബുക്ക്, പിന്നെ ഒരു 5 രൂപ ഒരു പെൻസിലും വാങ്ങി. അതിനുശേഷം ചുമ്മാ എൻ്റെ മനസ്സിലുള്ള ഒരു പടം ഞാൻ ചുമ്മാ അങ്ങ് വരച്ചെടുത്തു. പക്ഷെ അത്ര അടിപൊളിയല്ല, പക്ഷേ ആസ് എ ബിഗിനർ എന്ന നിലയ്ക്ക് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അതിനുശേഷം ഞാൻ ആ പടം വരച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കൊരു ത്വരയായി. കാരണം എനിക്ക് വെറുതെ ഇരുന്നപ്പോൾ ചുമ്മാ ഒന്ന് വരയ്ക്കാൻ തോന്നിയതാണ്. പക്ഷെ എനിക്കത് ഒരു പടം വരച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത പടം വരയ്ക്കാൻ അങ്ങനെ അങ്ങനെ ഒരു ഇത് വന്നു. അതിനുശേഷം ഞാൻ പിന്നെ നേരെ ഒരു ഗൂഗിളിൽ ഒരു ഫോട്ടോ നോക്കിയിട്ട് ഞാൻ അങ്ങ് വരച്ചു. അതിനുശേഷം പിന്നെ അതും ഇഷ്ടപ്പെട്ടപ്പോൾ പിന്നെ കുറച്ച് റിയലിസ്റ്റിക് ഫോട്ടോസ് വരയ്ക്കാന്നുള്ളൊരു പ്ലാൻ എടുത്തു. അതിനുശേഷം പിന്നെ അത് പഠിക്കാൻ വേണ്ടി ഞാൻ കുറേ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ഒക്കെ നോക്കി, അത്യാവശ്യം നോക്കി മനസ്സിലാക്കിയ ശേഷം ഞാൻ പിന്നെ ഒന്ന് വരയ്ക്കാൻ തുടങ്ങി. അത്ര അടിപൊളിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ വരയ്ക്കണ അത്ര അല്ലെങ്കിലും ഞാൻ പുതിയതായിട്ടൊരു സ്കില്ല് ബിൽഡ് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് അഭിപ്രായം പറയാം. അതായത് ഇതാണ് ഞാൻ ഫസ്റ്റ് വരച്ച പടം. ഞാൻ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ ഇങ്ങനെ ആലോചിച്ച ശേഷം വെറുതെ വരച്ചതാണ്. ഫസ്റ്റ് വരച്ചുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പടമാണ് വരച്ചത്. ഇത് ഞാൻ പിന്നെ ഗൂഗിളിൽ ഒരു ഫോട്ടോ നോക്കിയതിന് ശേഷം വരച്ചതാണ്. അതിന് ശേഷം ഞാൻ പിന്നെ ഓരോ വീഡിയോസൊക്കെ കണ്ടിട്ട് പോർട്രേറ്റ് വരയ്ക്കാൻ നോക്കി. പക്ഷേ ഈ പടം എനിക്ക് എന്തോ മുഖം അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പകുതിക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം ഞാൻ പിന്നെ ഈ പടം വരച്ചു. അതിനുശേഷം പിന്നെ ഈ ക്രിസ്ത്യാനോ റൊണാൾഡോനെ എനിക്ക് ഏറ്റവും ഇഷ്ടമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പടം ഞാൻ വരച്ചു. അതിനുശേഷം പിന്നെ ജസ്റ്റ് അതിന് ശേഷമല്ല, അതിന് മുമ്പായിട്ട് വരച്ചത് എൻ്റെ പടം തന്നെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഇത് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം.